ശ്രാവൺ. ഹായ് ചേച്ചി. ശ്രാവന്റെ ഫൈനൽ സ്റ്റേജിലെ തേർഡ് പെർഫോമൻസ് അല്ലേ? ക്രിയേറ്റീവ് കോറിയോഗ്രാഫി. എന്ത് ക്രിയേറ്റിവിറ്റിയാ ശ്രാവൺ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്? ഞാൻ ബാലവേലയും ബാലവിക്ഷാദം. ഓക്കെ. ഏത് സോങ് സെലക്ട് ചെയ്തിരിക്കുന്ന ശ്രാവൺ? മ്യൂസിക് ആണ്. കഴിഞ്ഞ 2 റൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു ശ്രാവൺ? ഒരെണ്ണത്തിന് 30 കിട്ടി അല്ലേ? അപ്പൊ ഇതിനും 30 വാങ്ങണം. മാക്സിമം സ്കോർ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പൊ മാക്സിമം നന്നായിട്ട് കളിക്കുക, ജഡ്ജസിനെയൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കാണാതാവുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അവസാനം ചെന്നെത്തുന്നത് എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചായവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, അപഹരിക്കപ്പെട്ടവർ. സാമൂഹ്യ വിരുദ്ധരുടെയും മുതലാളിമാരുടെയും ക്രൂരപീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന പിഞ്ചു ബാല്യങ്ങൾ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഭിക്ഷാടന മാഫിയകളുടെ കയ്യിൽ അകപ്പെട്ട് ഭിക്ഷാടനം തൊഴിലാക്കാൻ നിർബന്ധിതരാകുന്നവർ. വരാനിരിക്കുന്ന നല്ല നാളുകളിൽ ലോകത്തെ നയിക്കേണ്ടവർ, നല്ല സമൂഹം കെട്ടിപ്പടുക്കേണ്ടവർ. ഭിക്ഷാടകരുടെ കയ്യിലെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഉറങ്ങുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അമിത ലഹരി നൽകി ജീവൻ മാത്രം ബാക്കിയാക്കി അവർ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഭിക്ഷാടനത്തിന് കരുക്കളാക്കുന്നു. നമ്മളിൽ ഓരോരുത്തരും ഭിക്ഷാടകരുടെ നേർക്ക് വലിച്ചെറിയുന്ന നാണയത്തുട്ടുകളാണ് ഭിക്ഷാടനം എന്ന വൻ വിപത്ത് തഴച്ചു വളരാൻ സഹായകമാകുന്നത്. നമ്മൾ നൽകുന്ന ഓരോ സഹായങ്ങളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയല്ല, മറിച്ച് അവരുടെ ജീവൻ അപഹരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകളുണ്ടായിട്ടും ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഓർക്കുക, നമ്മളും ഒരിക്കൽ കുഞ്ഞുങ്ങളായിരുന്നുവെന്ന്.
ഗോഡ്, ഞെട്ടിപ്പിച്ചു എല്ലാരെയും. ലാസ്റ്റത്തെ ആ ഒരു ഇത് അതെങ്ങനെ ചെയ്തു ശ്രാവൺ? മൈ ഗോഡ്, പ്രാക്ടീസ് അല്ലേ? പ്രാക്ടീസ് മേക്സ് ദ പെർഫോമൻസ് ബെറ്റർ അല്ലേ? ആൻഡ് ശ്രാവനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ശ്രാവന്റെ മാസ്റ്റർ സുരേഷ് മാസ്റ്റർ. ഹായ് മാസ്റ്റർ, എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ ഈ ഫ്ലോറിൽ പെർഫോം ചെയ്യുന്നത്? അതല്ല, ഈ സീസണില് ഫസ്റ്റ് ടൈം അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മാസ്റ്റർ? എല്ലാ കണ്ടീഷനെ പോലെ തന്നെ എനിക്കും പേടിയായിരുന്നു കളിക്കാൻ. പിന്നെ എന്റെ കൂടെ കുഴപ്പമില്ല അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും കമന്റ്സ് ചോദിക്കാം മാസ്റ്റർ. സുധാമ. ഹായ് സുരേഷ് മാസ്റ്റർ. സുരേഷ് മാസ്റ്റർ, എന്റെ ഹാർട്ട് കുറച്ച് വീക്കാണ് കേട്ടോ. ഇങ്ങനത്തൊക്കെ ഡെയർ ഡെവൽ ആക്ട്സ് കണ്ട് ഐ വാസ് സോ സ്കേർഡ്. നിങ്ങൾക്കല്ല പേടി, ഞങ്ങൾക്കായിരുന്നു പേടി. അയ്യോ, ഇത്രയും ഒരു റിസ്ക് എടുത്ത് ഞാൻ ഏത് കൊറിയോഗ്രാഫർ ഞാൻ കണ്ടിട്ടില്ല. സുരേഷ് മാസ്റ്ററെ, എങ്ങനെയാ വന്നു ഈ തോട്ട്? യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുറെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിള്ളേരുടെ ഭിക്ഷാടനം, അത് കുറെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിലൊരു ഇതുണ്ടായിരുന്നു അതിനെപ്പറ്റി. ഓക്കെ, ഇത് നടക്കുന്ന സംഭവമാണ്. പക്ഷേ അത് സിംബോളിക്കലി നിങ്ങൾ എല്ലാ ഡാൻസേഴ്സും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് നമ്മളുടെ ഈ സൊസൈറ്റി ഭയങ്കര ഒരു സിംബോളിക് ആയിരുന്നു. അത് എല്ലാം കണ്ടിട്ടും നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. അതാണ് മെയിൻ. പക്ഷെ അതാണ് ബ്യൂട്ടി. ദാറ്റ് വാസ് ദ ബ്യൂട്ടി ഓഫ് ദ ഷോ. ഇവരെല്ലാരും ജസ്റ്റ് ഡാൻസേഴ്സ് അല്ല, ഇവരെല്ലാരും നമ്മുടെ സൊസൈറ്റിയെ റിപ്രസെന്റ് ചെയ്ത ആൾക്കാരാണ്. അത് പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, ആക്ടേഴ്സ് ആയിരിക്കാം, ഡാൻസേഴ്സ് ആയിരിക്കാം, സിവിലിയൻസ് ആയിരിക്കാം. നമ്മളെല്ലാം കാണുന്നു. പക്ഷെ നമ്മൾ ഒന്നും കാണാതെ പോലെ നമ്മളുടെ ലൈഫ് നമ്മൾ ജീവിക്കുന്നു. സോ അതിന്റെ ഒരു സിംബോളിസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സുരേഷ് മാസ്റ്റർ. ഇറ്റ്സ് നോട്ട് ഈസി. വലിയ വലിയ ഡയറക്ടേഴ്സ് ഫിലിംസിൽ സിംബോളിസം ഒക്കെ യൂസ് ചെയ്ത് ചില ഷോർട്സ് അവർ കാണിക്കും. പക്ഷെ ഒരു കംപ്ലീറ്റ് 3.5 മിനിറ്റ്സിന്റെ ഒരു പെർഫോമൻസ് ബേസ്ഡ് ഓൺ സിംബോളിസം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് സുരേഷ് മാസ്റ്റർ. വെരി വെരി ഗുഡ്, വെരി ഗുഡ് തോട്ട്. ഫസ്റ്റ് ഒരു തോട്ട്, സെക്കൻഡ് അതിന്റെ എക്സിക്യൂഷൻ. രണ്ടും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം നമ്മൾക്ക് അറിയില്ല. ബിക്കോസ് ചൈൽഡ് അബ്യൂസിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ കയ്യിൽ. അത്രയും ഒരു വാസ്റ്റ് സബ്ജക്റ്റ് കണ്ടൻസ് ചെയ്ത് 3.5 മിനിറ്റ്സിൽ ഒരു ഡാൻസ് ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്തത് ഹാറ്റ്സ് ഓഫ് ടു യു സുരേഷ്. പിന്നെ കമ്മിങ് ടു യു ശ്രാവൺ, ഈ കുട്ടിയാണ്, കുട്ടികൾക്കൊക്കെ they don't fear anything എന്ന് പറയും. പക്ഷെ ഇറ്റ്സ് നോട്ട് സോ. ഇറ്റ് ഈസ് നോട്ട് സോ മച്ച്. ഫിയർ എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം സൈഡ് വെച്ച് നമ്മൾക്കൊരു ഫിനാലെയാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. ഇവിടെ വന്ന് നമ്മൾക്കൊരു പോയിന്റ് പ്രൂവ് ചെയ്യണം. അത് കാണിക്കാൻ വേണ്ടി നീ ഇന്ന് അക്സെപ്റ്റ് ചെയ്ത ചാലഞ്ച്. ഹാറ്റ്സ് ഓഫ് ടു യു ശ്രാവൺ. നെക്സ്റ്റ് ജനറേഷൻ ആണ് നിങ്ങളൊക്കെ. ഇത്രയും ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങളൊക്കെ പുറത്തിറങ്ങിയാൽ we are very happy. India will be in safe hands. അത് മതി. ഇത് ജസ്റ്റ് ഒരു റിയാലിറ്റി ഷോ ആണ്. ഇതൊരു കോൺസെപ്റ്റ് ആയിരുന്നു, നീ ചെയ്തു. പക്ഷെ അത് നിന്റെ ഇൻഹെറന്റ് ക്വാളിറ്റി ആയിരുന്നു. ഡോണ്ട് ഫിയർ, ചെയ്തോളൂ. മാസ്റ്റർ ഉണ്ട്, മാസ്റ്റർ എല്ലാം ചെയ്യും. I appreciate your guts, I appreciate your choreography, I appreciate your concept, I appreciate your dancing and love you all. You were fantastic. Fantastic. Thank you Sudhama. Shanti master. സുരേഷ് മാസ്റ്റർ, റൗണ്ട് എന്താണ് മാസ്റ്റർ? ക്രിയേറ്റീവ് റൗണ്ട്. പക്ഷേ ഇതില് റിസ്കി, ചാലഞ്ചിങ്, ഗുഡ് കോൺസെപ്റ്റ്, അങ്ങനെ ഒരുപാട് വേറെ എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ആക്ച്വലി, അല്ലേ? ഇതില് നമ്മുടെ ശ്രാവൺ എങ്ങനെ നിങ്ങൾ ഈ ഫുൾ സീസൺ എല്ലാ കൊറിയോഗ്രാഫേഴ്സും എങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് നടക്കുന്നോ അതെല്ലാം നിങ്ങൾ ഈ ഒരു ഫുൾ സീസൺ ശ്രാവൺ എൻ്റെ കയ്യിലാണ്, ഞാൻ അവനെ താങ്ങി പിടിക്കും എന്നുള്ള ഒരു ഭയങ്കര ഒരു സിംബോളിസം ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ പിടിക്കും വിടൂല എന്നുള്ള ഒരു ഉറപ്പിലാണ് അവൻ ധൈര്യമായിട്ട് മുകളിൽ പോയത്. താങ്ക് യു സുരേഷ് മാസ്റ്റർ, വളരെ നന്നായിരുന്നു. നിങ്ങളുടെ ടീമും നന്നായിട്ട് ചെയ്തു. അത് കാൽക്കുലേഷനാണ്. എത്ര സ്റ്റെപ്സ് എടുത്താൽ മുന്നോട്ട് പോകും, എത്ര സ്റ്റെപ്സ് എടുത്താൽ സൈഡിലോട്ട് പോവും, പിന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അടുത്ത ഒരാൾ എത്തിയോ ഇല്ലയോ എങ്ങനെയെങ്കിലും ഇങ്ങനെ എത്തിപ്പിടിക്കുന്ന ആ ഒരു പോർഷനൊക്കെ വളരെ നന്നായിരുന്നു ആക്ച്വലി.
ഈ ക്ലൈമാക്സിൽ മോൻ മുകളിലേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും ഉണ്ടായിരുന്നു. അതാണ് സംഭവിക്കുന്നത് ഇന്നത്തെ കുട്ടികൾക്ക്. ഡോണ്ട് വറി, ഗോഡ് ഇസ് വിത്ത് യു ഓൾ. യുവർ ചിൽഡ്രൻ വിൽ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ശാന്തി മാസ്റ്റർ. അപർണ ചേച്ചി. സുരേഷ് മാസ്റ്റർ നല്ല കൊറിയോഗ്രാഫി അതൊക്കെ ഒരു പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് താങ്ക്സ് എ ലോട്ട്. ബിക്കോസ് ഈ ഒരു തീമിന് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെ അതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ് ടു യു. കാരണം നമ്മൾ ആരും ചിന്തിക്കാത്തതാണ് ഒരു ക്രിയേറ്റീവ് റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തീം എടുത്ത് ഇങ്ങനെ അത് ക്രിയേറ്റീവായി ചെയ്യാന്ന് പറഞ്ഞാൽ ആരും ചെയ്യാത്ത വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മാസ്റ്റർ ഒന്നിവിടെ ചെയ്തു. അതിന് ഒരുപാട് നന്ദി. പിന്നെ ശ്രാവൺ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി റിസ്കി. ഇവിടെ റോപ്പൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവൻ ഇവിടെ പോയി. കണ്ടിരിക്കാൻ നിങ്ങൾ ചെയ്യുന്ന അത്ര അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ അത് കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ഒരു വൈറ്റ് കളർ ചൂസ് ചെയ്തു. ഇത് എല്ലാം ആ ഒരു തീമിനെ നല്ല ഹെൽപ്പ് ചെയ്തു. ടോട്ടലി ഇറ്റ് വാസ് എ നൈസ് പെർഫോമൻസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ശ്രാവൺ, നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? സുധാമ, ഈ റൗണ്ടിൽ ഞാൻ ടെക്നിക്കൽ ഒന്നും നോക്കുന്നില്ല. ഐ എം ഗിവിംഗ് യു ദിസ് മാർക്സ് ഫോർ ദ സ്പിരിറ്റ് ഇൻ യു, ഫോർ ദ ചാലഞ്ച് ദാറ്റ് യു ഹാവ്. ഇറ്റ്സ് എ 10 on 10. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ശാന്തി മാസ്റ്റർ. എനിക്ക് അത്രയും ഒരു വലിയ മനസ്സിലടാ. അവളുടെ മുഖം മാറിപ്പോയി. ഒരു 0.5 കുറച്ചിട്ട് 9.5 on 10. താങ്ക് യു മാസ്റ്റർ. ആൻഡ് ചേച്ചി? 10. താങ്ക് യു ചേച്ചി. ശ്രാവൺ, യു ഗോട്ട് 29.5 on 30. നല്ല മാർക്ക് അല്ലേ? ഹാപ്പി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ആൻഡ് സുരേഷ് മാസ്റ്റർ, താങ്ക് യു സോ മച്ച്.